റിയൽ എസ്റ്റേറ്റ് കച്ചവടം, കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത്. പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുക. മുക്കത്ത് ഒരു ക്വാറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ 3-ാമത്തെ പരയിൽ താമസിക്കുന്ന ഒരാളോട് 15 ലക്ഷം ഉറുപ്പിക വാങ്ങി. ആ ഉറുപ്പിക കൊടുത്തതിൻ്റെ രസീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുക്കത്ത് ഇയാൾക്ക് ക്വാറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി. ക്വാറിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല, പണം തിരിച്ചും കൊടുത്തില്ല. അയാൾ കേസ് കൊടുക്കാൻ വക്കീലെന്നുള്ള നിലക്കാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല, ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വക്കീൽ മുഖേന മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പണി. ഈ പണിയിക്കുന്ന ആളാണ് നമ്മളെ അഴിമതി പറയുന്നത്. ആഭ്യന്തര വകുപ്പ് പോലീസ് തകർന്നു എന്ന് പറയുന്നത്. പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും, അതിന് മുഴുവൻ പോലീസുകാരും പറയുകയാണ് 24 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ പിടിക്കണത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ? ബേപ്പൂർ മണ്ഡലത്തിലല്ലേ വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത്. പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത്. ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി, അവിടെ ഉണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ 2 സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായോ? തുടങ്ങി അവിടെ അടിച്ച് ശരിയാക്കി കളയും. ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയൻ്റെ ഈ 10 കൊല്ലക്കാലം നമുക്ക് സാധിച്ചില്ലേ? എന്ത് ക്രമസമാധാനം തകർന്നു എന്ന അൻവർ പറയുന്നത്? എവിടെയാണ് അഴിമതി? ഒരു ഒറ്റ കള്ളത്തരം ചൂണ്ടിക്കാണിച്ച് തരാൻ സാധിക്കുമോ? നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ബേജാറ് മൂപ്പർക്ക്. ആ ജാതി കള്ളത്തരം പറഞ്ഞ് ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണ് ഈ നിസ്കരിക്കാൻ കഴിയുന്നില്ല, അതിന് പാർട്ടി അനുവദിച്ചില്ല, ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളെ വിചാരം? മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. അതിനെ തകർക്കാനാണ്. ഇപ്പം ഞാൻ തൃശ്ശൂർ BJPയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു. കമ്മ്യൂണിസ്റ്റും BJPയുടെ ബന്ധം കൊണ്ടാണോ ജയിച്ചത്? അപ്പം നമ്മളെ വോട്ടല്ലേ കുറയേണ്ടത്? നമ്മളെ സ്ഥാനാർത്ഥിക്ക് 16,600 വോട്ട് കൂടുതലാണ്. കോൺഗ്രസിലെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞ് നിർത്തിച്ചു. അവിടുത്തെ DCCയുടെ പ്രസിഡൻ്റായിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച MP. അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല. വോട്ട് എണ്ണി നോക്കുമ്പോൾ 78,000 വോട്ട് കോൺഗ്രസിൻ്റെത് കാണാനില്ല, ആ BJPക്ക് അവിടുത്തെ. എന്നിട്ട് കുറ്റം ഞമ്മക്ക്. BJPനെ ജയിപ്പിച്ചത് നമ്മളെ. തൃശ്ശൂർ പൂരം കലങ്ങിയതോ അത് തോന്നിവാസികൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളാം എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സഖാവ് വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു. ആ ADGPനെ നടപടിയെടുത്തില്ല എന്നാണ് ഇപ്പം എൻ്റെ ആക്ഷേപം. ADGP, DGP, കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ, സെക്രട്ടറി ഇവരൊക്കെ IAS, IPS കാഡറിലുള്ളവരാണ്. അവരെ സംസ്ഥാന ഗവൺമെൻറ്റിന് നടപടിയെടുക്കാം. എങ്ങനെ വേണം? വിശദീകരണം ചോദിക്കണം. ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം. അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം DGP നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ഇത് വിജിലൻസ് അന്വേഷണം വേണമെന്ന്. അതും ഓർഡറാക്കി കൊടുത്തു. വിജിലൻസ് അന്വേഷണം മിഞ്ഞാന്ന് രാവിലെ വന്നു. വൈകുന്നേരം 9 മണിയായപ്പോൾ തന്നെ ADGPയെ പറഞ്ഞയച്ചു. പോകാൻ. അത് മാത്രമാണ് അൻവറിൻ്റെ കേസെങ്കിൽ ADGP പോയല്ലോ. എന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറ്റണോ? ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോൾ എമ്മത്തന്മാരുടെ വളപ്പ് കടത്തൂടാന്ന് പറഞ്ഞ് അവിടെ നാട്ടിവിട്ടു. പിന്നെ ലീഗുകാരനെ പിടിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ ഇടക്കരെന്ന് പറയുന്ന ലീഗുകാരനെ കൊണ്ടൊരു പ്രസ്താവന കൊടുപ്പിച്ചു.
പിറ്റേന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റേ ഞമ്മക്കിപ്പോൾ വേണ്ട. അപ്പോൾ ലീഗിനും വേണ്ട കോൺഗ്രസിനും വേണ്ട, നമ്മളെ വിട്ടും ചെയ്തു. അപ്പോഴാണ് മേപ്പെട്ട് പൊന്തിയത് മധുരാശിക്ക്. പണ്ട് നമ്മളൊക്കെ നാട്ടിൽ വാട് വിട്ടുപോലും മധുരാശിക്കും ബോംബായിക്കുമാണ്. മധുരാശി ചെന്ന് DMK കണ്ടപ്പോൾ DMK അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ്, ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ എന്നെ കയറ്റൂല, പുറത്തെന്ന് പറഞ്ഞു. അപ്പം യാതൊരു നിവൃത്തിയില്ല, DMKയും കൂട്ടാൻ വയ്യ, കിട്ടിയില്ല. അപ്പം ചെയ്ത പണി എന്താ അറിയോ? സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി, അതിൻ്റെ പേര് DMK എന്നാക്കി. മധുരാശിയിലെ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. ആ പേര് ഇവനിട്ട കോടതിയിൽ കേസ് വരും. അപ്പം എന്ത് ചെയ്തു? ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഇൻ കേരള, DMK. അൻവറെ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത്? ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകൾ എന്ന് വിചാരിച്ചു ഞങ്ങൾ? ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത്? ഇതിനെപ്പറ്റി ഒരു വിവരമില്ല. വിവരമില്ലാഞ്ഞിട്ടല്ല, കള്ളത്തരം കാണിക്കുക. ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിഷാത്താരെ ഒരു വിടക്ക് അവിടെ കയറ്റി ഒന്ന് കാണാൻ നമ്മളെ MLA കയറി കണ്ട ഉടനെ ഇവൻ്റെ ഈ കഥകളൊന്നും ആയിഷാത്താക്ക് അറിയില്ല. 2 കൊല്ലം കഴിഞ്ഞാൽ അംസാക്കാക്കും അറിയില്ല. ഞാനും ആയിഷാത്തിയും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എന്നെക്കാണ് 1.5 വയസ്സ് കൂടുതൽ, ഇത്രയേ ഉള്ളൂ. 1.5 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ്. അപ്പം ഇതൊന്നും അറിയാത്ത ആയിഷാത്ത അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂലേ? അപ്പം നമ്മൾ MLA അല്ലേ? നിൽക്കും. ഉടനെ അത് ഫോട്ടോ എടുത്തു. പറഞ്ഞ് നമ്മൾ MLA അല്ലേ, എൻ്റെ കൂടെ മറ്റൊന്നും അറിയില്ല, എൻ്റെ കൂടെ നിൽക്കും. ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയിഷാത്തയും അൻവറിൻ്റെ കൂടെ TK ഹംസ എൻ്റെ കൂടെ എന്ന് പറയാഞ്ഞത് എൻ്റെ ഭാഗ്യമായി. ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട്. നാടകത്തിൽ ബഫൂണ് കളിയല്ലേ കളിക്കുന്നതൊക്കെ. ഇതല്ല ശരി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് തമാശയൊക്കെ വിട്. ഒരു മണ്ഡലത്തിൻ്റെ MLA ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തും പിടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത്?